ആമസോണിൽ ഒരു പാക്കറ്റ് വന്നിട്ടുണ്ട്. പാക്കറ്റിനകത്ത് എന്താണ് നമുക്കൊന്ന് പാക്കറ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ചെറിയൊരു പാക്കറ്റാണ്, 176 രൂപയുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞൻ പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ പാക്കിംഗ് ആട്ടോ. ജസ്റ്റ് ഈ ടേപ്പ് ഇളക്കുന്നു, ഇതിനകത്തുള്ള ലോക്ക് കൂടെ ഇളക്കും. ഇതേ കിടക്കാം. ഇതാണ് ആ പ്രോഡക്റ്റ്. ഇത് നിവിയ എന്ന ബ്രാൻഡിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ നീന്തലിനൊക്കെ ഉപയോഗിക്കുന്ന തലയിൽ ധരിക്കുന്ന ക്യാപ്പാണ്, സ്വിമ്മിംഗ് ക്യാപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്യാപ്പിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. 176 രൂപയാണ്, ഞാൻ ആമസോണിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇതിന്റെ ഉപയോഗങ്ങൾ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ. ഈ സ്വിമ്മിംഗ് പൂൾ ക്യാപ്പ് ഒരു വാട്ടർ പ്രൂഫാണ്. ആദ്യം പറഞ്ഞ പോലെ നിവിയ എന്ന ബ്രാൻഡാണ് ഇത് ഇറക്കുന്നത്. സിലിക്കോൺ നിർമ്മിത ക്യാപ്പാണ്. ഇത് ശരിക്കും ചൈനയിലാണ് നിർമ്മിക്കുന്നത്. ചൈനയിൽ നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് പഞ്ചാബിലെ ജലന്ധറിലുള്ള ഫ്രീ വെൽ എന്നൊരു കമ്പനിയാണ്. അതൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഈ സ്വിമ്മിംഗ് പൂൾ ക്യാപ്പ് നീന്തൽക്കുളങ്ങളിൽ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്നറിയാമോ? ക്ലോറിൻ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്നും അതുപോലെ മറ്റ് അണുബാധകളിൽ നിന്നുമെല്ലാം നമ്മളെ മുടിയെ സംരക്ഷിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം. എന്തായാലും നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് ധരിച്ച് നോക്കാം. ഇത് ധരിക്കുന്നതിന് മുമ്പ് നമ്മുടെ തലമുടി അല്പം നനവ് വേണം. ഓക്കെ, ഇപ്പോൾ എൻ്റെ തലമുടി നനവൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ധരിച്ച് നോക്കാം. അതുപോലെ തന്നെ ക്ലോറിനെയും മറ്റ് കെമിക്കലെയും പോലെ തന്നെ സൂര്യപ്രകാശം നമ്മുടെ മുടിയിലേക്ക് നേരിട്ട് ഏൽക്കാതിരിക്കാനും ഈ ഒരു ക്യാപ്പ് നമുക്ക് സഹായമാവുന്നുണ്ട്. പ്രത്യേകിച്ച് നീന്തൽ സമയത്തൊക്കെ നല്ല വെയിലും മറ്റും ഉണ്ടെങ്കിൽ ഈ ക്യാപ്പ് അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഈ ചെവിയുടെ ഭാഗമെല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് ഇറക്കാനുള്ളത്. ചെവിയുടെ ഭാഗത്ത് കവർ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൽ ആവശ്യം തിരിക്കാത്ത കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള കുറേ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഈ ക്യാപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ 3 ഒന്ന് നമ്മുടെ മുടിയുടെ സംരക്ഷണമാണ്. മറ്റൊന്ന് നമ്മൾ നീന്തുകയാണെങ്കിൽ നീന്തലിൻ്റെ വേഗത ശരിക്കും കൂട്ടാൻ ഇത് സഹായിക്കും കേട്ടോ. പിന്നെ മറ്റൊന്ന് വൃത്തിയുള്ള ഒരു പൂൾ. ഇപ്പോൾ നമ്മൾ പൂളിലാണ് നീന്തുന്നതെങ്കിൽ അവിടെ വൃത്തിയുള്ളൊരു പൂളായിട്ട് നമ്മുടെ മുടിയൊന്നും കൊഴിഞ്ഞു വരാതെ ശരിക്കും സംരക്ഷിക്കപ്പെടുന്നു കേട്ടോ. അങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ നീന്തൽക്കുളങ്ങളിലെ വെള്ളത്തിൽ ക്ലോറിൻ അടങ്ങിയിരിക്കുന്നത് തന്നെ നമ്മൾ പൂളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ സ്വിമ്മിംഗ് ക്യാപ്പ് ഉപയോഗിക്കാതിരുന്നാൽ മുടി പെട്ടെന്ന് വരണ്ട് പോകും. അതുപോലെ തന്നെ വരണ്ട മുടി പെട്ടെന്ന് പൊട്ടാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്യാപ്പ് ധരിക്കാതെയാണ് നീന്തൽ ഇറങ്ങുന്നതെങ്കിൽ നമ്മുടെ ഈ മുടിയും അതുപോലെ തന്നെ അതിലെ ആ ഒരു പൂളിലെ വെള്ളവും തമ്മിലുള്ള ഒരു സമ്മർദ്ദം കൂടിയിട്ട് മുടി പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പൊട്ടുന്ന മുടിയെല്ലാം കൂടി നീന്തൽക്കുളത്തിൽ തങ്ങി നിൽക്കുവാനും അത് പൂളിലെ ഫിൽറ്ററുകളിൽ കുടുങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും അപ്പോൾ ഒരു ഹൈജീനിക്കാണ് നോക്കുന്നതെങ്കിൽ ആ ഒരു സ്വിമ്മിംഗ് പൂളിൽ മുടികളില്ല. അപ്പോൾ ഒരുപാട് പേര് നീന്താനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് അവരുടെ മുടിയൊക്കെ കൊഴിഞ്ഞു വീണ് അങ്ങനെ ഒരു ഹൈജീനിൻ്റെ പ്രശ്നവും നമുക്കിതിൽ കാണാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ക്യാപ്പ് ധരിച്ചാണ് നീന്തുന്നതെങ്കിൽ വെള്ളത്തിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ നീന്തൽ വേഗതയ്ക്ക് നമ്മുടെ മുടി ഒരു തടസ്സമാകില്ല. മുടി വന്ന് മുഖത്തിലൂടെ വീണ് കാഴ്ചയെ ബാധിക്കുന്നത് പോലും നീന്തലിനെ കാര്യമായി ബാധിക്കാറുണ്ട്. അപ്പോൾ ചെറുതും വലുതുമായ ഒരുപാട് ഉപയോഗമുള്ള സംഭവം തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്യാപ്പ്.